ഹലോ എവ്രി വൺ, നമസ്കാരം, വണക്കം, നമസ്കാരം. അപ്പം ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ പറഞ്ഞു പോവുകയാണ്, കാരണം അത്രയധികം പറയാനുണ്ട്. ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് അഗ്നി പരീക്ഷ കന്നഡ, മലയാളം, തമിഴ്, തെലുങ്ക് ഈ 4 ഭാഷയുടെ താരതമ്യ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കന്നഡയിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം എല്ലാ തവണത്തെ പോലെ കന്നഡയിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ കന്നഡയിൽ അഗ്നി പരീക്ഷ ഇതിലേക്കുള്ള സ്റ്റാർട്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ സ്റ്റാർട്ടായതിൽ ഇന്നലെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഇന്നലത്തെ മൈൻഡ് ഗെയിമിൻ്റെ റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ റിസൾട്ട് പറഞ്ഞു. അങ്ങനെ അവർ സെലക്ഷനൊക്കെ കഴിഞ്ഞു. അടുത്ത ടാസ്ക് കൊടുത്തു. അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെയിൻഡ് ലോക്കായിട്ടുള്ള ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ളതാണ് ടാസ്ക്. ഒരു മഡ്പിറ്റ് വെച്ചിട്ടുണ്ട്. മഡ്പിറ്റിനകത്ത് വൈക്കോലും മണ്ണും ഒക്കെ നിറച്ചിട്ട് അതിന് അടിയിലാണ് കീസ് ഇരിക്കുന്നത്. 32 കീസ് ഉണ്ട്. 32 കീസിൽ 4 കീ മാത്രമേ ഉള്ളല്ലോ കറക്റ്റായിട്ടുണ്ടാവുക. അപ്പോൾ ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്തിട്ട് ബോക്സ് ഓപ്പൺ ചെയ്യണം. അതായിരുന്നു ടാസ്ക്. പക്ഷേ അതിൽ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ആരെത്ര വേഗം തുറന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. അതിനകത്ത് ഒരു നമ്പർ ഉണ്ട്. ആ കിട്ടിയ നമ്പറാണ് അവരുടെ പ്ലേസ്. അതായിരുന്നു ടാസ്ക്. 4 പേരെ അവർ വിളിച്ച് ആ ടാസ്ക് ചെയ്യിക്കുന്നുണ്ട്. അങ്ങനെ സെലക്ഷൻ ഇപ്പോൾ നടക്കുന്നത് അഗ്നിപരീക്ഷ ടീമിലേക്കുള്ള 4 ടീമാക്കി തിരിക്കുന്നുണ്ടല്ലോ. ആ 4 ടീമിലേക്ക് സെലക്ഷൻ കിട്ടാനുള്ള ടാസ്ക്കാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ റൗണ്ടാണ്. ഒരു ഫോൺ റൗണ്ട്, ഇമോഷണൽ റൗണ്ടായിരുന്നു. ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫോൺ അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഡയലൊന്നും ഇല്ലാത്തൊരു ഫോണാണ്. ഈ ഫോൺ നമ്മൾ വിളിച്ചിട്ട് എടുത്തിട്ട് ഒരാളെ, നമുക്ക് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളിനെ നമ്മൾ വിളിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്തിട്ട് അയാളോട് നമ്മൾ സംസാരിക്കണം. അതായിരുന്നു ടാസ്ക്. 4 പേരും നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്തു. പക്ഷെ ഭയങ്കര ഇമോഷണലായി. 4 പേരും ഇമോഷണലായി, ഭയങ്കരമായിട്ട് ഇമോഷണലായി. അപ്പോൾ നമുക്ക് കാണുന്ന സമയത്ത് ആ ടാസ്ക് ചെയ്ത 4 പേരും ഒട്ടും ഫേക്ക് അല്ല എന്നാണ് അത് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം അത്രയും ഇതായിട്ടാണ് അവർ അത് ചെയ്തിരിക്കുന്നത്. 5th റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് റൗണ്ടായിരുന്നു. എൻ്റർടൈൻമെൻറ്റ് റൗണ്ട് ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ഡ്രസ്സസും ആക്സസറീസും വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് ലേഡീസിൻ്റെ ഡ്രസ്സസ് ആയിരുന്നു. അപ്പോൾ ഈ വിളിച്ച 4 പേരും ഈ ഡ്രസ്സസ്, മാക്സിമം ഡ്രസ്സസ് ഇടണം. ചുമ്മാ അങ്ങ് ഇട്ടാൽ പോരാ, അവർ എൻ്റർടൈൻമെൻറ്റ് കൂടി ചെയ്യിക്കണം. അപ്പോൾ അതിൻ്റെ ബേസിസിൽ വെറുതെ ഇട്ട് കൂടുതൽ നമ്പറുള്ള ആളെ അല്ല വിന്നാക്കുന്നത്, അവർ ജഡ്ജസിന് എൻ്റർടൈൻമെൻറ്റും കൂടി ചെയ്യിപ്പിക്കണം. അങ്ങനെയുള്ള ഇതാണ് നോക്കുന്നത്. അപ്പോൾ ഈ ടാസ്കുകളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ടാസ്കുകൾ മൊത്തം 5 ടാസ്ക്, കഴിഞ്ഞ ഇന്നലത്തെ ടാസ്കും ഇന്നത്തെ ടാസ്കും കൂടെ മൊത്തം 5 ടാസ്ക്. 5 ടാസ്കിൽ ഇവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന 6 പേരുള്ള ടീമായിട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ വന്നിട്ട് 24 പേരുണ്ട് കേട്ടോ. 24 അല്ലേ, 24 പേരുണ്ട്. 6 പേരുള്ള ടീമായിട്ടാണ് മാറ്റിയത്. അപ്പോൾ 24 പേരെ വെച്ചിട്ടാണ് ഇവർ അഗ്നിപരീക്ഷ കന്നഡയിൽ സ്റ്റാർട്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഈ നാളത്തതോടുകൂടി അഗ്നിപരീക്ഷ ടാസ്ക് അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇത് ടീം സെലക്ഷനൊക്കെ കഴിഞ്ഞ് ബാക്കി ടാസ്ക് ഇനി അങ്ങോട്ട് നാളെ തൊട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇത്രയാണ് കന്നഡയിലുണ്ടായിരുന്നത്. ഇനി മലയാളത്തിൽ ഇന്നലെ 24 പേരെ വെച്ചിട്ട് തന്നെയാണ് ടാസ്ക് സ്റ്റാർട്ട് ചെയ്തത്. ടാസ്ക് ഫസ്റ്റ് സെഷൻ ഇന്നലെ കൊടുത്തതുപോലെ ഒരു മാസ്ക് ഓഫ് സെഷൻ. പക്ഷേ മാസ്ക് ഓഫ് സെഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു ടിക്ടോക്ക് പോലൊരു ഇന്നലത്തെ സെയിം സംഭവം തന്നെ ഇത് കൊടുത്തിട്ട് അവരെ കൊണ്ട് പറയിക്കുക. പക്ഷേ മാസ്ക് ഓഫ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ മാസ്ക് ഓഫ് ഒന്നും അല്ല. ഇത് അവരെ കിട്ടിയ സബ്ജക്റ്റിനെ അവർ പറഞ്ഞു, അവർ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് അവർ സംസാരിച്ചു. മാസ്ക് ഓഫ് ഒന്നും ആയിട്ടില്ല എന്തായാലും. ഇതിലാദ്യം വന്നത് അഭിറാമായിരുന്നു. അഭിറാമിന് ഇച്ഛാശക്തിയാണ് കൊടുത്തത്. അവനത് ചെയ്തു. രണ്ടാമത് വന്നത് ഷിജിന് മദർ, അമ്മ എന്നുള്ള സബ്ജക്റ്റാണ് കൊടുത്തത്. പിന്നെ അഫിനാസിന് ആത്മവിശ്വാസം എന്നുള്ളൊരു സബ്ജക്റ്റാണ് കൊടുത്തത്. അഫിനാസ് അവിടെ വന്ന് നിൽക്കുന്നത് വരെ അഫിനാസിൻ്റെ മുഖത്ത് ഒരു കോൺഫിഡൻസും കണ്ടില്ല. പക്ഷേ പുള്ളിക്കാരി ഉണ്ടല്ലോ, അത് സംസാരിച്ച് തുടങ്ങി കയറിയപ്പം കത്തിക്കയറി, നല്ല കോൺഫിഡൻസ് നല്ല ഉണ്ടായി ആ കുട്ടിക്ക്. പിന്നെ വിശാഖ് വന്ന് വിശാഖിന് കുട്ടിക്കാലം കൊടുത്തു. പിന്നെ ഷിഞ്ചിത്തിന് ഫ്രണ്ട് എന്നൊരു ഇതാ കൊടുത്തത്. പക്ഷേ എനിക്ക് ഷിഞ്ചിത്തിനെ ഒരു ഫേക്കായിട്ടാണ് ഫീൽ ചെയ്തത്. എനിക്കറിയില്ല, എൻ്റെ ഒപ്പീനിയൻ ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ആ ആളിൻ്റെ ടോക്കും കാര്യങ്ങളും കണ്ടപ്പോൾ ആൾ ഭയങ്കര ഫേക്കായിട്ട് ഫീൽ ചെയ്തു. ദെൻ 6ാമതായിട്ട് വന്നത് അളകനന്ദയാണ്. അളകനന്ദയ്ക്ക് അമ്മ എന്നുള്ള ടോപ്പിക്കാണ് കൊടുത്തത്. ഓക്കെ, ഇത്രയായിരുന്നു ഇത്. പിന്നെ അടുത്ത ടാസ്ക് 4 ടീമായിട്ട് ടാസ്ക്കാണ് കൊടുത്തത്. ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടാസ്കിന് ടീം തിരിക്കുന്നത് കുറേ ഇമോജീസ് വെച്ചിട്ടുണ്ട്. ആ ഇമോജീസ് സെലക്ട് ചെയ്യണം. ആ ഇമോജീസ് 4 പേരും, അതായത് ജഡ്ജസ് 3 പേരും റെനീഷയും 4 ഇമോജി സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ 4 ഇമോജി ആരൊക്കെയാണ് വരുന്നത് അവരാണ് അവരുടെ ടീം. ഇതാണ്. അതൊക്കെ കുഴപ്പമില്ലാത്ത കാര്യം തന്നെ. പക്ഷേ ടാസ്ക് എന്ന് പറഞ്ഞാൽ വെരി 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 പാത്തറ്റിക് ടാസ്ക്.
ഇത്രയും LP UP ലെവൽ ടാസ്ക് വേറെ ഒരു അഗ്നിപരീക്ഷയിലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത് ബിഗ് ബോസിനുള്ളിൽ കയറിയിട്ട് ഒരു ദിവസം ഫൺ ടാസ്ക് ഒക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ. എന്താണ് ടാസ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കപ്പുകൾ, 2 കളറിലുള്ള കുറേ കപ്പുകളുണ്ട്. കപ്പ് ഉയർത്തണം, കപ്പ് കമഴ്ത്തണം, ഇതാണ് ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഒരു ടീം കപ്പ് കമഴ്ത്തി വെക്കാനും മറ്റേ ടീം കപ്പ് നേരെ ഗ്ലാസിങ്ങിന് നേരെ വെക്കാനും. അതാണ് ടാസ്ക്. ബസർ അടിക്കുന്ന സമയത്ത് ആരുടെയൊക്കെയാണ് ഏത് ടീമിൻ്റെയാണ് ഏറ്റവും കൂടുതൽ അവർ ചൂസ് ചെയ്തിരിക്കുന്നത്, അതായത് കമഴ്ത്തിയിട്ട് അല്ലെങ്കിൽ മറ്റേ മലർത്തിയിട്ട് നമ്മൾ ഏതായിരുന്നു ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ ആ ലെവലിൽ വരുന്നത് അവർ വിൻ ചെയ്യും. അതായിരുന്നു ടാസ്ക്. ഇതിനിടയ്ക്ക് സ്വിച്ച് എന്ന് പറയും. ആ സ്വിച്ച് എന്ന് പറയുമ്പം ആദ്യം വന്ന 3 പേര് മാറിയിട്ട് ബാക്കി 3 പേര് വന്നിട്ട് ചെയ്യണം. ഇതായിരുന്നു ടാസ്ക്. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അഗ്നിപരീക്ഷ ക്രൂവിൻ്റെ അടുത്ത് നിങ്ങൾ ഈ ടാസ്ക് നിങ്ങൾ എവിടെ നോക്കിയാണ് ഈ ടാസ്ക് നിങ്ങൾ വീണ്ടും ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ബിഗ് ബോസിലേക്കാണ് ആളുകളെ സെലക്ട് ചെയ്യുന്നത്, അല്ലാതെ വെറുതെ ഒരു ഫൺ ഗെയിമിനോ ഒരു ഫൺ ഷോക്കോ ഉള്ള ആൾക്കാരെ അല്ല നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഇത്രയും ലോ ലെവൽ ടാസ്ക് ദയവ് ചെയ്ത് കൊടുക്കാതിരിക്കുക. ഇത് പാത്തറ്റിക്. അതിൽ കൂടുതൽ ഇനി ഒന്നും പറയാനില്ല. അതിൽ ഫസ്റ്റത്തെ ടീം നല്ല ഫെയർ ആയിട്ട് തന്നെയാണ് കളിച്ചത്. രണ്ടാമത്തെ ടീം വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രാറ്റജിക്കലായിട്ടും കുറച്ച് അഗ്രസീവായിട്ടും ഒക്കെ കളിച്ചു. അതിൽ ജഡ്ജസ് കുറച്ച് അവരെ ഫയറൊക്കെ ചെയ്യുന്നുണ്ട്. റൂള് തെറ്റിച്ചവരെയൊക്കെ സ്പോട്ടിൽ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. ഇതൊക്കെ ഓക്കെ, എല്ലാം ശരി തന്നെ. ഇതിൽ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിനകത്ത് ഫെയർ ഗെയിം കളിക്കണം എന്നൊരു റൂളില്ല. അതുപോലെ ബിഗ് ബോസിനകത്ത് അഗ്രസീവായി കളിക്കരുത് എന്നൊരു ലോ ഇല്ല. ഫിസിക്കൽ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അഗ്രസീവായി കളിച്ച ഒരാളിനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഔട്ട് ഹൗസിലേക്ക് പറഞ്ഞു വിടുന്നത്? അത് മനസ്സിലാവുന്നില്ല. അഗ്രസീവായി കളിക്കരുത് എന്നൊരു ലോ ഉണ്ടെങ്കിൽ ഓക്കെ. നിങ്ങൾ മറ്റ് ഭാഷയിലെ ബിഗ് ബോസ് ഒക്കെ കണ്ടു നോക്ക്, നിങ്ങൾ മനസ്സിലാക്കും അഗ്രസീവായിട്ട് കളിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അഗ്രസീവായി കളിക്കരുത് എന്നൊരു ലോയേ ഇല്ല, പക്ഷേ ഫിസിക്കൽ പാടില്ല. അതൊരു ഇതുണ്ട്. ഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ടാസ്കിൽ ഫിസിക്കൽ പാടില്ല എന്നല്ല, ഫിസിക്കൽ ടാസ്കിൽ അഗ്രഷനായിട്ട് ഫിസിക്കൽ ഹാൻഡ്ലിങ് പാടില്ല, അത് മാത്രമേ ഉള്ളൂ. അത് എനിക്ക് യോജിക്കാൻ പറ്റിയിട്ടില്ല. 3 ജഡ്ജസിനോട് എനിക്ക് യോജിക്കാൻ പറ്റിയിട്ടില്ല. അഗ്രസീവായിട്ട് കളിച്ചതിനെ ഫയർ ചെയ്തതിനെ എനിക്ക് യോജിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, എനിവേയ്സ് ഇതായിരുന്നു ടാസ്ക്. അതിനകത്ത് ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുള്ള ആളിന് പെൻഡൻറ്റ് കൊടുത്തു. അതൊക്കെ എനിക്കൊരു തമാശയായിട്ടാണ് ഫീൽ ചെയ്തത്. എനിവേയ്സ് പിന്നെ ഔട്ട് ഹൗസിലുള്ള ആൾക്കാരനെ നിങ്ങൾ 6 പേരെ ഔട്ട് ഹൗസിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഔട്ട് ഹൗസിലുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് അവരെ 2 പേരെ വെച്ചിട്ട് ഒരു ഡിബേറ്റ് സെഷൻ കൊടുത്തു. ഈ ഡിബേറ്റ് സെഷൻ കൊടുത്തതിൽ ഒരാൾ എലിമിനേറ്റ് ചെയ്യുന്ന സമയത്ത് റിയാസ് പറയുന്നുണ്ട്, ആ കുട്ടിയുടെ പേര് അപർണ എന്നാണ്. അപർണയുടെ ഈ ഒരു ഫേസും ഈ ഒരു ആറ്റിറ്റ്യൂഡും നമ്മൾ മുമ്പേ കണ്ടിട്ടില്ല, ഈ ഒരു പേഴ്സണാലിറ്റി മുമ്പേ കണ്ടിട്ടില്ല, ഇപ്പോഴാണ് കാണുന്നത്. ഇപ്പോൾ ഞാൻ ഇന്നും മലയാളം അഗ്നിപരീക്ഷ തുടങ്ങിയ സമയം തൊട്ടേ ഞാൻ ഇതേ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആദ്യം കൊടുക്കേണ്ട ടാസ്ക് അവസാനം അവർ പോകാൻ സമയത്ത് കൊടുത്തിട്ട് എന്ത് കാര്യം? പോകാൻ സമയത്തേക്ക് നിങ്ങൾ ഏകദേശം ആൾക്കാരെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും, ഇന്നയാളെന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. കാരണം നിങ്ങളാണല്ലോ അവരെ കാണുന്നതും അവരുടെ ടാസ്ക് കാണുന്നതും. അത് നിങ്ങൾ ടാസ്ക് വിലയിരുത്തിയാണല്ലോ അവരെ പറഞ്ഞു വിടുന്നത്. അവസാനം നിമിഷം ഈ കൊടുത്തിട്ട് എന്താണ്? അക്ഷരം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് സെൻറ്റൻസ് പഠിപ്പിക്കുന്നതിന് തുല്യമല്ല അത്. ആ എന്ന് പഠിപ്പിക്കുന്നതിന് മുമ്പ് ഒരു സെൻറ്റൻസ് ആ അക്ഷരം വെച്ചുള്ള സെൻറ്റൻസ് പഠിപ്പിക്കുന്നതിന് തുല്യമല്ലേ നിങ്ങൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത്? ടാസ്ക് ആദ്യം കൊടുക്കുന്നു, അതും നഴ്സറി ലെവൽ ടാസ്ക് കൊടുക്കുന്നു, അതിൽ ജയിച്ചവരെ എടുക്കണോ തോറ്റവരെ എലിമിനേറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് മറ്റു 3 ഭാഷകളിലും ചെയ്തതുപോലെ മെൻ്റൽ എബിലിറ്റി ഉള്ളവരെ നിങ്ങൾ സെലക്ട് ചെയ്യണമായിരുന്നു. അതിൽ നിങ്ങൾ വേണമെങ്കിൽ നഴ്സറി ടാസ്കോ എന്ത് വേണേലും കൊടുത്തോ. ആ ടാസ്ക് ജയിക്കാത്തവരെ നിങ്ങൾ എലിമിനേറ്റ് ചെയ്തോ, നോ പ്രോബ്ലം. പക്ഷേ നിങ്ങൾ മെൻ്റൽ എബിലിറ്റി ഉള്ളവരെ ടെസ്റ്റ് ചെയ്യണമായിരുന്നു. ഇതിൽ നിങ്ങൾ മെൻ്റൽ എബിലിറ്റി ഉള്ളവരെ എടുത്തില്ല, മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്തില്ല നിങ്ങൾ. അത് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയൊരു ഫോൾട്ടാണ്. നിങ്ങൾ ചെയ്തത് ചുമ്മാ വന്ന 40 പേരെയും വെച്ചിട്ട് നിങ്ങൾ ടാസ്ക് അങ്ങോട്ട് ആരംഭിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ നമ്മൾ വ്യൂവേഴ്സിന് അതത്ര ഫെയർ ആയിട്ട് ഫീൽ ചെയ്തില്ല. നമുക്ക് പറയാമല്ലോ, വ്യൂവേഴ്സ് എന്ന നിലയിൽ നമുക്ക് പറയാമല്ലോ, അത്ര നമുക്കത് ഫെയർ ആയിട്ട് ഫീൽ ചെയ്തില്ല. ഓക്കെ, എനിവേയ്സ് ഇപ്പം നമ്മളവരെ ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ സംഭവമൊക്കെ കഴിഞ്ഞു, ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, ഓൾറെഡി സെലക്ഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇനി ഇതിനകത്ത് ഈ 6 പേർക്ക് ഡിബേറ്റ് സെഷൻ കൊടുത്തതിനകത്ത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ 2 പേര് അഭിറാമും റേബിനുമാണ് ആദ്യം ഡിബേറ്റിന് വന്നത്. എനിക്ക് ഈ റേബിൻ എന്ന വ്യക്തിയെ പേഴ്സണലായിട്ട്
നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയാണ്. റെയ്ബിൻ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള നല്ല കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തിയാണ്. പക്ഷെ ആ ഒരു അഗ്നിപരീക്ഷ അതിനകത്ത് നിൽക്കുന്ന സമയത്ത് റെയ്ബിൻ ഒരു കോൺഫിഡൻസും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഈ അവസാന നിമിഷത്തിൽ ഒരാവശ്യവും ഇല്ലാത്തൊരു ടോപ്പിക്കാണ് റെയ്ബിൻ എടുത്തിട്ടത്. അത് എന്തായാലും ആ ടോപ്പിക്ക് സംസാരിച്ച 2 പേരും ഷോയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. റെയ്ബിൻ LGBTQ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്താണ് അവിടെ സംസാരിച്ചത്. അതായത് അഭിറാം ആ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് അഭിറാമിന് ഒരു മാനുഷിക പരിഗണന കൊടുക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ്, എനിക്കതിന് കഴിയും, അതുകൊണ്ട് ഞാൻ ബിഗ് ബോസിൽ നിൽക്കാൻ യോഗ്യനാണ് എന്ന രീതിയിലാണ് റെയ്ബിൻ സംസാരിച്ചത്. പക്ഷേ റെയ്ബിന് ഒറ്റ ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് റെയ്ബിന് കഴിഞ്ഞ ഗെയിമുകളെ കുറിച്ചിട്ടും അവിടുത്തെ അവരുടെ ബിഹേവിയറിനെ കുറിച്ചിട്ടും മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ഒരു സൊസൈറ്റിയുടെ ആ ഒരു പോയിന്റ് ഇതിനകത്തോട്ടേക്ക് എടുത്തിടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം അതായിരുന്നില്ല അവരവിടെ പറഞ്ഞത്. എന്തുകൊണ്ട് ബിഗ് ബോസിൽ നിൽക്കാൻ ഞാൻ യോഗ്യനാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ പുരാതന കാലമുള്ള ഒന്നുമല്ല നമ്മൾ പറയേണ്ടത് എന്താണ്, ബിഗ് ബോസിൽ നിങ്ങൾ അഗ്നിപരീക്ഷയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ മറ്റേ ആളും നിങ്ങളും കമ്പയർ ചെയ്തിട്ട് ആ ആളെ എന്തുകൊണ്ട് യോഗ്യനല്ല, ഞാൻ എന്തുകൊണ്ട് യോഗ്യനാണ് എന്നാണ് പറയുന്നത്. അല്ലാതെ പുറത്തൊരു സൊസൈറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. റെയ്ബിൻ നീ നല്ല കാലിബറുള്ള ആളായിരുന്നു, പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, റെയ്ബിൻ ഔട്ടായി. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തായാലും ഡിബേറ്റ് എല്ലാം കഴിഞ്ഞ് ഡിബേറ്റിൽ 4 പേരെ എവിക്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഒരാൾ സേവ് ചെയ്തതിൽ എനിക്ക് അതിലൊരു ചെറിയ ഫീൽ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ആ കുട്ടി റൂൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാസ്ക് കളിക്കുന്ന സമയത്ത് ആ കുട്ടി ആദ്യവും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, മുമ്പത്തെ ഗെയിമും ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴത്തെ ഗെയിമിലും റൂൾ ബ്രേക്ക് ചെയ്ത സമയത്ത് അവൾ പറഞ്ഞത് ഞാൻ കേട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് ഒരു നല്ല പ്രവണതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ആ കുട്ടി ഒരു ചാൻസ് കൂടെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാണ് നിർത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അത് റനീഷ് അവസാനം പറയുന്നുണ്ട്, വീക്കെൻഡ് വാർ നാളെ ആരംഭിക്കുകയാണെന്ന്. അതായത് യഥാർത്ഥ അഗ്നിപരീക്ഷ 20 പേരെ വെച്ചിട്ട് നാളെ ആരംഭിക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടെ അഗ്നിപരീക്ഷയിൽ ടോപ്പ് 20 ആണ്. ടോപ്പ് 20നെ വെച്ചിട്ട് നാളെ അഗ്നിപരീക്ഷ ആരംഭിക്കുകയാണ്. നാളെ ചിലപ്പോൾ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും, അറിയില്ല. കാരണം തെലുങ്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചെയ്യുമായിരിക്കും, അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ ഹോട്ട്സ്റ്റാർ കറി നോക്കിയിട്ടില്ല വീണ്ടും. ഓക്കെ, എനിവേസ് ഇനി നമുക്ക് തമിഴിലേക്ക് വരാം. തമിഴിലേക്ക് വന്നു കഴിഞ്ഞാൽ തമിഴിൽ ഇന്നലെ സെലക്ഷൻ പ്രോസസ്സായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. സെലക്ഷൻ പ്രോസസ്സ് ഫൈനലായിരുന്നു ഇന്നലെ 10 പേരായിരുന്നു വന്നത്. ഈ 10 പേരിൽ വന്നവരിൽ അവർ ഒരു വലിയ ടാസ്കുകളും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇതൊരു ചെറിയ സംഗതികളൊക്കെ കൊടുത്താണ് അവർ സെലക്ഷൻ ചെയ്തത്. അതിൽ 3 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്, 2 പേരെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബാക്കി 5 പേരെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയാണ് ഇന്നലെ തമിഴിലുണ്ടായത്. വേറെ ഒന്നും ഉണ്ടായില്ല തമിഴിൽ ഇന്നലെ ഉണ്ടായ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, മായ ഇന്നലെ ഇന്ന് ജഡ്ജായി ഇരിക്കുമായിരുന്നു. ഇന്ന് മായ ജഡ്ജും ആരി വന്നിട്ട് ഹോസ്റ്റുമായിട്ടിരുന്നു. അത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തതാണ്. ഇന്നലെ അതുപോലെ മായ ജഡ്ജായിരുന്ന രാജുവാണ് ഹോസ്റ്റായിട്ട് നിന്നത്. അപ്പോൾ അത് അവർ ഫണ്ണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ തമിഴിൽ വേറെ ഒന്നുമില്ല. തമിഴിൽ അതേപോലെ എല്ലാവരും അവർ പറയുന്നുണ്ട് അവസാനിച്ചിരിക്കുകയാണ്, എല്ലാ പ്രോസസ്സും അവസാനിച്ചിരിക്കുകയാണ്. ആ ഹോൾഡിൽ വെച്ചിട്ടുള്ള എല്ലാവരെയും വെച്ചിട്ട് നാളെ അവർ ബാലൻസ് സെലക്ഷൻ, അതായത് എത്ര പേര് കുറേ പേരെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പേർക്ക് സെലക്ഷൻ കിട്ടിയത് തമിഴിലാണ് കേട്ടോ. തമിഴിൽ ആ ബാലൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഹോൾഡിൽ വെച്ചിരിക്കുന്നവരെ നാളെ തീരുമാനിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നാണോ ഔട്ടാണോ എന്ന് നാളെ തീരുമാനിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ ഇതുവരെ അഗ്നിപരീക്ഷ യഥാർത്ഥത്തിൽ സ്റ്റാർട്ടായിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് തെലുങ്കിലോട്ട് വരാം. തെലുങ്കിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തെലുങ്കിലാണ് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. തെലുങ്കിൽ ഹോൾഡിലുള്ള 14 പേരെ വെച്ചിട്ടാണ് ടാസ്ക് ആരംഭിച്ചത്. ഡേ ടാസ്ക് കണ്ടിന്യൂ ചെയ്യുവാണ് അവിടെ. അതിൽ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ 2 എൻവലപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. എൻവലപ്പിൽ 1 സ്റ്റേയും 1 എക്സിറ്റും ആയിരുന്നു. അപ്പോൾ ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ഗേളാണ് ആദ്യം സെലക്ട് ചെയ്തത്. അപ്പോൾ ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഹോൾഡിൽ വെച്ച ജപ്പാനി പയ്യൻ ഉണ്ടായിരുന്നല്ലോ, ആ പയ്യനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പയ്യൻ ഗേൾ സെലക്ട് ചെയ്ത് തന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ പറഞ്ഞാൽ ആദ്യം ആ കുട്ടി സെലക്ട് ചെയ്തത് കൊണ്ട് മറ്റേ കളർ സെലക്ട് ചെയ്യുക. ഓക്കെ, പക്ഷേ ആ പയ്യൻ്റെ കഷ്ടകാലമായിരുന്നു. കാരണം അവൻ സെലക്ട് ചെയ്ത കളറിലാണ് സ്റ്റേ ഉണ്ടായിരുന്നത്, മറ്റേത് എക്സിറ്റ് ആയിരുന്നു. നിർഭാഗ്യവശാൽ അവൻ അതാണ് കിട്ടിയത്. അവൻ എക്സിറ്റായി, എലിമിനേറ്റായി. പക്ഷേ പുള്ളി ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റ് കേട്ടോ. പുള്ളി പറയുന്നത് ഞാൻ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത്, അടുത്ത ഇതിൽ വീണ്ടും തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത്. ജയ് കന്നഡ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ജയ് തെലുങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു തെലുങ്ക്. എനിവേസ് ആൾ ഔട്ടായിട്ടുണ്ട്.
പിന്നെ ബാലൻസ് ഉള്ള 13 പേരെ വെച്ചിട്ട് ഡെയർ ആൻഡ് ഡൈ ടാസ്ക് ആരംഭിക്കുകയാണ്. അതിനകത്ത് ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ ഉള്ള ടാസ്കിന് മുന്നോടിയായിട്ട് നമ്മൾ ശ്രീമുഖി ഒരു ബൗള് ചില്ലി കൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എല്ലാവരോടും കഴിക്കാൻ പറയുന്നുണ്ട്. എല്ലാവരും കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറെ നമ്മുടെ ഒരു കാന്താരി മുളക് പോലെയുള്ളൊരു മുളക് ഒരു ബൗളിൽ കൊണ്ടുപോയിട്ട് കാണിക്കുന്നുണ്ട്. അത് തായ് ബേർഡ് ചില്ലി എന്നാണ് പറയുന്നത്. അത് ഒരു പയ്യനെടുത്ത് കഴിക്കുന്നുണ്ട്. അതിൻ്റെ എരിവ് താങ്ങാൻ പറ്റുന്നില്ല. വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ട്. അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ 50,000 യൂണിറ്റ്സ് ആണ് അതിൻ്റെ സ്പൈസ് മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും സ്പൈസ് മീറ്റർ ഉള്ളത് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ശ്രീമുഖി വീണ്ടും ലാബിലെ ഉപയോഗിക്കുന്ന സ്പെക്സും അതുപോലെ ഗ്ലൗസും ഒക്കെ ഇട്ടിട്ട് ഇത് ഫോർക്ക് വെച്ചിട്ട് ഒരു നീഡിൽ വെച്ചിട്ട് കുത്തിയൊരു ചില്ലി കാണിക്കുന്നുണ്ട്. അതായത് ഗോസ്റ്റ് പെപ്പർ ചില്ലിയുടെ സ്പൈസ് മീറ്റർ എന്ന് പറഞ്ഞാൽ 8 lakh to 10 lakh വരെയാണ് അതിൻ്റെ സ്പൈസ് മീറ്റർ വരുന്നത്. അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പൗഡറിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ചിപ്സ് ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട്. അതിനടുത്ത് ഒരു ഗ്ലാസ് പാൽ വെച്ചിട്ടുണ്ട്. അത് ഇവർക്ക് ബാലൻസ് ചെയ്യണമല്ലോ, പാൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ടാസ്ക് എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ചിപ്സ് കഴിക്കണം. മുഴുവൻ കഴിച്ച് ഇറക്കി കഴിഞ്ഞതിന് ശേഷം ബൗളിലുള്ള 25 ബലൂൺ വീർപ്പിച്ച് പൊട്ടിക്കണം, വീർപ്പിച്ച് പൊട്ടിക്കണം. ഇതായിരുന്നു ടാസ്ക് 3 പേരായിരുന്നു ടാസ്ക് ചെയ്യുന്നതിനിടയിൽ ഒരു പെൺകുട്ടി അതിൻ്റെ കൈ അറിയാതെ കണ്ണിൽ തൊട്ടു. ഡോക്ടർ വരുന്നുണ്ട്. അതിൽ ഡോക്ടർ വന്നിട്ട് ഐ ഡ്രോപ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും 4 പേരും ടാസ്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് പെൻഡിങ് വെച്ചു. ഇന്ന് റിസൾട്ട് എല്ലാം പെൻഡിങ് ആയിരുന്നു കേട്ടോ. ഫൈനലാണ് പറയുന്നത്. അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ഫോർ ബോയ്സ് എന്നാണ് പറഞ്ഞത്. ബോയ്സ് അതിൽ എല്ലാ ടാസ്കിനും എല്ലാവരും റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ പിയേഴ്സിംഗ് എന്ന് പറഞ്ഞപ്പോൾ കുറേ പേരൊക്കെ പുറകോട്ട് പോയി. പിയേഴ്സിങ്ങിന് റെഡി ആയിട്ട് വന്ന 2 പേരുണ്ട്. 2 പേരോട് അപ്പോൾ അവർക്ക് ചൂസ് ചെയ്തു. എല്ലാവരും പറഞ്ഞപ്പോൾ 3 പ്ലേസ് കൊടുത്തു. 3 പ്ലേസ് നോസ്, ഐബ്രോസ്, അതേപോലെ ഇയർ. 3 സ്ഥലത്ത് ഏതെങ്കിലും 2 പ്ലേസിൽ പിയേഴ്സ് ചെയ്യാനാണ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് തയ്യാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നതിൽ മുന്നേ ടാസ്ക് ചെയ്യാത്ത 2 പേർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുത്തു. അതിൽ ഇവർ 2 പേരോട് എഴുതാൻ പറഞ്ഞു. അപ്പോൾ എഴുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരും എഴുതിയത് ഇയറും ഐബ്രോ ആണ്. അപ്പോൾ ബിന്ദു പറയുന്നുണ്ട് ഇല്ല, ഒരു ഓപ്ഷൻ മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ മാറ്റിയിട്ട് നോസ് ആക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് മാറ്റിയപ്പോൾ നോസ് ആക്കി കഴിഞ്ഞപ്പോൾ ഒരാൾ 2 പേരും റെഡിയായി. അതായത് നോസിൽ ചെയ്യാം. അപ്പോൾ ബിന്ദു വീണ്ടും പറയുന്നുണ്ട് ഇവിടെ സൈഡിലല്ല, മൂക്കിൻ്റെ എവിടെയാണ് ചെയ്യേണ്ടതെന്ന്. അത് പറഞ്ഞു കഴിഞ്ഞപ്പം ഒരു പയ്യൻ ഗീവ് അപ്പ് ചെയ്തു. അവന് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ പയ്യൻ്റെ ഇത് ചെയ്യാൻ പറഞ്ഞു. പിയേഴ്സിങ് ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞപ്പം ബിന്ദു പറഞ്ഞു വേണ്ട, ഇവിടെ വേണ്ട, മൂക്കിൻ്റെ ഒരു സൈഡേ മതി. അങ്ങനെ ഒരു മൂക്കിൻ്റെ ഒരു സൈഡും ഒരു ഇയറും പിയേഴ്സ് ചെയ്തു. അതും റിസൾട്ട് അവിടെ പെൻഡിങ് ആക്കി വെച്ചു. സെലക്ഷൻ എന്ന് പറഞ്ഞില്ല, അവരവിടെ ഹോൾഡിൽ ഇരുത്തി. ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ടാസ്കിലേക്ക് അവർ 2 പേരെ എല്ലാവരും കൈ പൊക്കിയെങ്കിലും 2 പേരെ അവർ സെലക്ട് ചെയ്തപ്പോൾ ടാസ്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവർ എല്ലാവരും കൂടി ഫൈറ്റ് ചെയ്യുകയാണ്. നമുക്ക് വേണം ചാൻസ് എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യുകയാണ്. ഫൈറ്റ് ചെയ്തിട്ട് അങ്ങനെ ഫൈറ്റ് ചെയ്ത് ചാൻസ് വാങ്ങിയ ഒരാൾ, അത് ഇവർ സെലക്ട് ചെയ്ത ഒരാളിനെ മാറ്റി മറ്റേ ആളിനെ വെച്ചു ഫൈറ്റ് ചെയ്ത് നേടിയതാണ് കേട്ടോ. ഒരാളിനെ വിളിച്ചപ്പോൾ തന്നെയാണത് ഫൈറ്റിംഗ് തുടങ്ങിയത്. ഒരാളിനെ വെച്ചു. അങ്ങനെ ഈ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാൽ 2ഉം കൂട്ടിക്കെട്ടിയിട്ട് 2 പ്ലാസ്റ്റിക് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ ഈ ഒരു ക്യാൻ വെച്ചിട്ടുണ്ട്. ക്യാനിലെ വെള്ളം 2 ഗ്ലാസ് കൊണ്ടും കോരിയെടുത്തിട്ട് മുമ്പിൽ വേറൊരു ക്യാൻ വെച്ചിട്ടുണ്ട്. ആ ക്യാനിൽ കൊണ്ടുപോയി ഒഴിക്കണം. ഇതായിരുന്നു ടാസ്ക്. അപ്പോൾ കാല് കൂട്ടിക്കെട്ടുന്നതിനിടയിൽ ആ ഫൈറ്റ് ചെയ്ത് ചാൻസ് ചോദിച്ചു വാങ്ങി വന്ന പെൺകുട്ടി കംഫർട്ടായിട്ട് കെട്ടാൻ പറഞ്ഞു. സ്പോട്ടിൽ അതിനടുത്ത് പറഞ്ഞു ഇല്ല, ഇറങ്ങിക്കോ, മാറ്. അടുത്ത് വീണ്ടും ഫൈറ്റ് ചെയ്തതിൽ ഒരാളിനെ അവർ വിളിച്ച് കയറ്റി. അങ്ങനെ ടാസ്ക് ചെയ്യുവാണ്. അപ്പോഴാണ് അവർ ട്വിസ്റ്റ് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചുമ്മാ ഇത് ഒഴിക്കുന്നതിനിടയിൽ കയ്യിൽ നമ്മുടെ റിസ്റ്റിൽ ഒരു ബാൻഡ് കെട്ടും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഷോക്ക് അടിപ്പിക്കും. അതായിരുന്നു ടാസ്ക്. 2 പേരും ഫിനിഷ് ചെയ്ത് മൈന്യൂട്ട് വ്യത്യാസത്തിൽ ഒരാൾ വിൻ ചെയ്തു. കൂടുതൽ വെള്ളം ഉള്ള ആളാണ് വിൻ ചെയ്യണത്. ഓക്കെ, അതൊരു ടാസ്ക്. നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ക്ലോത്ത് ക്ലിപ്സ് വെച്ചിട്ടുണ്ട്. ആ ക്ലോത്ത് ക്ലിപ്സ് നമ്മുടെ ബോഡിയിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ബോഡിയിൽ ഫിക്സ് ചെയ്യണം. ബോഡിയിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഫിക്സ് ചെയ്യാം. മാക്സിമം നമ്പേഴ്സ് ബസർ അടിക്കുമ്പോൾ മാക്സിമം നമ്പേഴ്സ് ബോഡിയിലുള്ള ആളാണ് ജയിക്കണം. അപ്പോൾ ഇവർ പറയുന്നുണ്ട് 161 ആണ് റെക്കോർഡ്. അത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇവർ 3 പേരും ചെയ്തു. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു കുട്ടി ഗിവ് അപ്പ് ചെയ്തു. ഗിവ് അപ്പ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ബ്ലഡ് സർക്കുലേഷൻ എന്തോ പ്രശ്നം വന്നു. ആ കുട്ടി ഗിവ് അപ്പ് ചെയ്തു. ഫൈനലി ഒരു ഗേൾ ഒരു ബോയ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഗേൾ ഒരു 72 ക്ലിപ്പും ബോയ് 109 ക്ലിപ്പുമാണ് ബോഡിയിൽ ഉണ്ടായിരുന്നത്. അതും റിസൾട്ട് പെൻഡിങ് വെച്ചു.
അതിൽ ഫൈനലായിട്ടുള്ള കൊടുത്തിരുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതുവരെ പ്രോപ്പറായിട്ട് ചാൻസ് കിട്ടാത്ത 2 പേർക്കാണ് ടാസ്ക് കൊടുത്തത്. ആ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ 2 ഗേൾസ് ആയിരുന്നു. ആ ഗേൾസിന് കൊടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ കന്നഡയിൽ കണ്ട ടാസ്കിൻ്റെ ഒരു ചെറിയ വേർഷൻ ചേഞ്ച്, അതായത് ഐസ് വാട്ടർ ചാലഞ്ച് കൊടുത്തില്ലേ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാക്സിമം ടൈം ആയിരുന്നു, എൻഡുറൻസ് ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല, എൻഡുറൻസ് ആയിരുന്നില്ല. ഐസ് വാട്ടറിനകത്ത് ഈ ഷോൾഡർ വരെ വെള്ളത്തിനകത്ത് ഇരിക്കുമ്പോൾ വെറുതെ ഇരുന്നാൽ പോരാ, ടൈം സ്വയം കാൽക്കുലേറ്റ് ചെയ്യണം. 3 മിനിറ്റ് സ്വയം കാൽക്കുലേറ്റ് ചെയ്യണം. 3 മിനിറ്റ് കൂടാനോ കുറയാനോ പാടില്ല. ഇതായിരുന്നു ടാസ്ക് കൊടുത്തത്. ചുമ്മാ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇവർ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നുണ്ട്, അതിന് ആൻസർ പറയണം. അതിൽ ഒരു കുട്ടിയുടെ അടുത്ത് ആൽഫബറ്റിക് ഓർഡർ റിവേഴ്സിൽ പറയാനാണ് പറയുന്നത്. രസമായിരുന്നു. ആ കുട്ടിയാണ് ആദ്യം എഴുന്നേറ്റത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരാൾക്ക് 3 മിനിറ്റും 14 സെക്കൻഡും, മറ്റേ ആൾ 3 മിനിറ്റും 18 സെക്കൻഡുമാണ് വന്നത്. സ്വാഭാവികമായിട്ടും കുറഞ്ഞ ടൈമുള്ളവരായിരിക്കുമല്ലോ, 3 മിനിറ്റ് കഴിഞ്ഞ് പോയതുകൊണ്ട് കുറഞ്ഞ ടൈമുള്ളവരായിരിക്കുമല്ലോ വിൻ ചെയ്യുക. അപ്പോൾ അതും റിസൾട്ട് പെൻഡിങ് വെച്ചു. ഫൈനലി അവർ റിസൾട്ട് എല്ലാം പറയുന്നുണ്ട്. ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണെന്ന് വെച്ചാൽ, ചില്ലി ഈറ്റിംഗ് ടാസ്കിൽ വിൻ ചെയ്തിട്ടുള്ള ഫസ്റ്റും സെക്കൻഡുമായിട്ടുള്ള 2 പേരെ എടുത്തു. ഇയർ പിയേഴ്സ് ചെയ്ത പയ്യനെ എടുത്തു. ബോട്ടിൽ ഫില്ല് ചെയ്ത 2 പേരെയും എടുത്തു. കാരണം മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. അവർ 2 പേരെയും സെലക്ട് ചെയ്തു. ക്ലോത്ത് ക്ലിപ്സിൽ വിൻ ചെയ്ത ആ പയ്യനെ സെലക്ട് ചെയ്തു. ഐസ് വാട്ടർ ചാലഞ്ചിൽ വിൻ ചെയ്തിട്ടുള്ള കുട്ടിയെയും സെലക്ട് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടായിരുന്ന 5 പേരിൽ ഇവർ ഇത്രയും ദിവസം അവരെ നോട്ടീസ് ചെയ്ത പേഴ്സണാലിറ്റിയും അവർ ഗെയിം ചാലഞ്ച് ചെയ്യാൻ വന്നിട്ടുള്ള ഒരു ഇതുമെല്ലാം കൂടെ നോക്കി ഒരു കുട്ടിയെ കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി 4 പേരും എലിമിനേറ്റ് ആയി. അപ്പോൾ ഇത്രയായിരുന്നു തെലുങ്കിലുണ്ടായിരുന്നത്. അപ്പോൾ തെലുങ്കിൽ വന്നിട്ട് ഒരു വ്യത്യാസമുണ്ട്. കന്നഡയിൽ ടോപ്പ് 24 ആണ്, മലയാളത്തിൽ ടോപ്പ് 20 ആണ്. തെലുങ്കിൽ വന്നിട്ട്, തമിഴിൽ നമുക്ക് അറിയില്ല എത്രയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഇവിടെ തെലുങ്കിൽ വന്നിട്ട് ടോപ്പ് 15 ആണ്. ഈ ടോപ്പ് 15 വെച്ചിട്ടാണ് അഗ്നിപരീക്ഷ ടാസ്കുകൾ ആരംഭിക്കുന്നത്, യഥാർത്ഥ ടാസ്കുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിൽ വോട്ടിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇന്ന് മുതൽ വോട്ടിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ തെലുങ്ക് അഗ്നിപരീക്ഷ കാണുന്നവരാണെങ്കിൽ ദയവേത് പോയിട്ട് അവർക്ക് വോട്ട് ചെയ്യുക. ഇത്രയും കഠിനമായിട്ടുള്ള ടാസ്കുകൾ കഴിഞ്ഞ് മുന്നോട്ട് വന്നിട്ടുള്ളവരാണ്, അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അവരെ. ഇനി ഞാൻ ഏറ്റവും ആങ്സൈറ്റിയോട് കൂടി കാത്തിരിക്കുന്നത് തെലുങ്ക് അഗ്നിപരീക്ഷയുടെ ടാസ്ക് കാണാനാണ്. ചിലപ്പോൾ ടാസ്കിൻ്റെ കാഠിന്യമൊക്കെ കുറയുമായിരിക്കും, പേഴ്സണാലിറ്റി ആയിരിക്കും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പറയാൻ പറ്റില്ല. ഗ്രൂപ്പ് ടാസ്കുകളായിരിക്കുമല്ലോ ഇനി കൊടുക്കുക. എന്തായാലും ഇത്രയും കഠിനമായിട്ടുള്ള ടാസ്കുകളൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുന്ന പിള്ളേരുടെ അടുത്ത ടാസ്കുകൾ കാണാൻ വേണ്ടി എനിക്ക് നല്ല ആങ്സൈറ്റി ഉണ്ട്. ഞാനത് അത്രയും ആകാംക്ഷാപൂർവ്വമാണ് കാത്തിരിക്കുന്നത്, ഇവരെങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും മലയാളം ടീമിനോട് പറയുവാണ്, നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങൾ തെലുങ്ക്, കന്നഡ ഒക്കെ, തമിഴ് ഞാൻ പറയുന്നില്ല, കാരണം തമിഴിലെ ടാസ്ക് കാണാത്തത് കൊണ്ട് എത്രത്തോളം ഇതായിരിക്കും എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനത് പറയുന്നില്ല. മലയാളി അഗ്നിപരീക്ഷ ക്രൂ ദയവ് ചെയ്തിട്ട് ഈ തെലുങ്ക് കന്നഡ ടാസ്കുകളൊക്കെ ഒന്ന് കാണുക. അല്ലാതെ നിങ്ങൾ ഈ ചുമ്മാ നമ്മൾ ഒരു കുടുംബശ്രീൻ്റെ വാർഷികത്തിന് പോയാലോ അല്ലെങ്കിൽ ഒരു ഓണാഘോഷത്തിന് പോയാലോ, അതും അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തും സ്കൂളിലൊക്കെ നമ്മൾ ഓണാഘോഷം അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷം, ന്യൂ ഇയർ ആഘോഷമൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് ചുമ്മാ വെച്ച് കൊടുക്കുന്ന ടാസ്കുകൾ, ഫൺ ടാസ്കുകളൊക്കെ, അങ്ങനത്തെ ടാസ്കുകൾ ദയവേത് കൊടുക്കാതിരിക്കുക. ഈ ടാസ്കുകൾ ഇപ്പോൾ കാണുന്ന ഇതിനകത്ത് അഗ്നിപരീക്ഷയിലകത്ത് കാണുന്ന ടാസ്കുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും ഒക്കെ ചെയ്തിട്ടുള്ള ടാസ്ക്കാണ്. ഇതിനകത്ത് 2 ടാസ്കേ കുറച്ച് ക്ലാസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ കൊടുത്ത ടാസ്കുകൾ, ഒന്ന് ആ ടൈം ചാലഞ്ച്, അത് നല്ല ടാസ്ക് ആയിരുന്നു. രണ്ടാമത്തത് എംഒറിയൊക്കെ, അത് നമ്മൾ എംഒറിയൊക്കെ ഹൈ ക്ലാസ് എന്നൊന്നും പറയാനില്ല, നമ്മൾ പലയിടത്തും കാണുന്നതാണ്. എന്നാലും നമുക്കത് എത്ര നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അത് എവിടെയൊക്കെ കണ്ട് മടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും വരുമ്പോൾ നമുക്കൊരു ആകാംക്ഷയാണ്. കാരണം അത് ആ ചെയ്യുന്ന ആളുടെ ഒരു ഇതുപോലെ ഇരിക്കും. അപ്പോൾ അത് എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതൊരു ലക്ക് ഫാക്ടർ കൂടിയാണ്. അത് പ്രോബബിലിറ്റി വെച്ചിട്ട് ചെയ്യാൻ പറ്റിയൊരു ഗെയിമാണ്. ആ പ്രോബബിലിറ്റി ഗെയിം എന്ന നിലയിൽ അത് നല്ലൊരു ഗെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം എന്താ പറയുക, വെരി വെരി ലോ ലെവൽ ടാസ്കുകളായിരുന്നു. ഓക്കെ, എനിവേസ് നമുക്ക് നോക്കാം. ഇനി 20 പേരെ വെച്ചിട്ട് നാളെ ടാസ്ക് ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നലെ കന്നഡ, മലയാളം, തമിഴ്, തെലുങ്കിൽ സംഭവിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയൊക്കെ വരുമെന്നുള്ളത് നോക്കാം. നാളത്തെ എപ്പിസോഡുകൾ വരുമ്പോൾ എങ്ങനെയൊക്കെ വരുമെന്ന് നോക്കാം. കന്നഡ ഓൾറെഡി അഗ്നിപരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. മീൻസ് സെലക്റ്റഡ് കാൻഡിഡേറ്റ്സിനെ വെച്ചിട്ടുള്ള കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. മലയാളത്തിൽ
നാളെ മുതൽ ആരംഭിക്കും. തമിഴിൽ ഹോൾഡിൽ വെച്ചിരിക്കുന്നവർക്കുള്ള ടാസ്കുകൾ നാളെ ആരംഭിക്കും. തെലുങ്കിൽ വന്നിട്ട് അഗ്നിപരീക്ഷ ബിഗ് ബോസ് ഹൗസിലേക്കുള്ള ടാസ്ക് നാളെ ആരംഭിക്കും. അപ്പോൾ ഇത്രയുമാണ് ഉണ്ടായിരുന്നത്. കന്നഡയിൽ ഗ്രൂപ്പ് ടാസ്ക് നാളെ ആരംഭിക്കും. ഇത്രയാണ് ഇതിൻ്റെ നാലിൻ്റെയും താരതമ്യം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും ടഫസ്റ്റായിട്ടും തോന്നിയത് തെലുങ്കാണ്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാം ഏത് ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഒന്ന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പം നമുക്ക് നാളത്തെ എപ്പിസോഡുകളായിട്ട് ഞാൻ വരാം. നാളത്തെ എപ്പിസോഡുകളുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു അല്ലേ. എല്ലാ എപ്പിസോഡിൻ്റെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ 12 മണി ആവാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ എവ്രിവൺ ധന്യവാദമുള്ളൂ. എന്താ പറയുക, ഞാനിപ്പോൾ കന്നഡയല്ലേ പറഞ്ഞത്? ഓക്കെ, ധന്യവാദമുള്ളൂ. സോറി കേട്ടോ, ഞാൻ പറഞ്ഞ് കുളമാക്കിയല്ലേ. സത്യമായിട്ടും എനിക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് എന്നുള്ളത് മറന്നുപോയി. എന്നാലും ഞാൻ വീണ്ടും പറയുകയാണ്, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. നമ്മളെല്ലാം ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും നമ്മൾ ബൈ ബൈ പറയണ്ടേ? അപ്പം ഞാൻ പറയുകയാണ്, ധന്യവാദമുള്ളൂ, നന്ദി, വണക്കം, ധന്യവാദമുള്ളൂ, ബൈ ബൈ.